26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ലോട്ടറി പ്രേമികൾക്ക് കോളടിച്ചിരിക്കുകയാണ്. തിരുവോണം ബമ്പറിന്റെ സമ്മാന തുക 5 കോടി വർദ്ധിപ്പിച്ച് 30 കോടിയിലെത്തി. സമ്മാന ഘടനയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ പരം എന്ത് വേണം ഭാഗ്യാന്വേഷികൾക്ക് ആഹ്ലാദിക്കാൻ? 30 കോടി എന്ന രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാന തുക. എന്നാൽ സന്തോഷം അത്രയ്ക്ക് വേണോ? ഒന്നാം സമ്മാനം കിട്ടിയാൽ എത്ര രൂപ ആ ഭാഗ്യവാന് കയ്യിലെത്തും? ആ കണക്കുകൾ ഇങ്ങനെയാണ്. ഓണം ബമ്പറിന്റെ ആകെ സമ്മാന തുക 30 കോടി. സമ്മാന തുകയുടെ 10% ടിക്കറ്റ് വിറ്റ ലോട്ടറി ഏജന്റിന് മുൻകൂറായി കമ്മീഷൻ ലഭിക്കും. 30 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 3 കോടി രൂപ ഏജന്റ് കമ്മീഷൻ. വിറ്റയാൾക്കും ലോട്ടറി എന്ന് ചുരുക്കം. ബാക്കിയുള്ള 27 കോടി രൂപയിൽ ലോട്ടറി വകുപ്പ് പിടിക്കുന്ന മുൻകൂർ നികുതി TDS, ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 194B പ്രകാരം 30% മുൻകൂർ നികുതിയായി സർക്കാർ ഈടാക്കും. 27 കോടി രൂപയുടെ 30% എന്ന് പറയുമ്പോൾ 8 കോടി 10 ലക്ഷം രൂപ. ഇതിനു പുറമെ സർചാർജ് 25%. 2 കോടി 2,50,000 രൂപ അങ്ങനെയും പോകും. അതായത് ടാക്സും സർചാർജും കൂടെ ആകെ 10 കോടി 12,50,000 രൂപ. ഇതിനു പുറമെ ആരോഗ്യ വിദ്യാഭ്യാസ സെസ് കൂടിയുണ്ട്. മൊത്തം നികുതിയുടെയും സർചാർജിന്റെയും 4% ഈ ഇനത്തിൽ ഈടാക്കുന്നത്. അതായത് 40,50,000 രൂപ. ചുരുക്കി പറഞ്ഞാൽ നികുതി ഇനത്തിൽ മാത്രം പോകുന്നത് 10 കോടി 53 ലക്ഷം രൂപയാണ്. ബമ്പർ അടിച്ചാൽ ലഭിക്കുന്ന 30 കോടി രൂപയിൽ ഏജന്റ് കമ്മീഷൻ 3 കോടിയും നികുതി ബാധ്യതയായ 10 കോടി 53 ലക്ഷവും കുറച്ചാൽ ഭാഗ്യശാലിക്ക് കയ്യിൽ കിട്ടുന്നത് 16 കോടി 47 ലക്ഷം രൂപയാണ്. 30 കോടി എന്നൊക്കെ പറയാമെങ്കിലും 16 കോടിയിൽ ഒതുങ്ങും ഒന്നാം സമ്മാനം. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ഒന്നാം സമ്മാന തുക കഴിഞ്ഞ ദിവസമാണ് വർദ്ധിപ്പിച്ചത്. 25 കോടിയായിരുന്ന സമ്മാന തുക ഇത്തവണ 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാന ഘടനയിൽ മാറ്റവും വരുത്തിയിട്ടുണ്ട്. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ജൂലൈ 17-ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ടിക്കറ്റ് വിലയിൽ എന്തായാലും മാറ്റമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.